ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ടിപ്സ്. ഇന്നത്തെ വീഡിയോ ഫുഡ് ലോയുടെ അടുത്ത സെക്ഷനാണ്. ഇതിൽ പെനാൽറ്റി ആൻഡ് ഒഫൻസസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട പെനാൽറ്റിയെ ബേസ് ചെയ്തിട്ടുള്ള സെക്ഷനുകളും അവയെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. FSO റിലേറ്റഡ് ബുക്ക്ലെറ്റ് ആവശ്യമുള്ളവർ വാട്സപ്പ് നമ്പറിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യുക. കൂടുതൽ നോട്ട്സും ക്വസ്റ്റ്യൻസും ലഭിക്കുവാൻ നിങ്ങൾ ഇന്ന് തന്നെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ചാനൽ ലിങ്കും മറ്റ് ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. എല്ലാവരും വളരെ നന്നായി തന്നെ പഠിക്കുക. എക്സാം ഡേറ്റ് വന്നാലേ പഠിക്കൂ എന്ന നിങ്ങളുടെ വിശ്വാസം മാറ്റുക. ഇന്നു തന്നെ പഠനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഓക്കെ ഗായ്സ്, ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. ആദ്യമായി വളരെ പ്രധാനപ്പെട്ട സെക്ഷനുകളാണ് നാം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നും നിങ്ങൾ പഠിക്കാതിരിക്കരുത്. ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാവുന്ന രീതിയിലാണ് ഞാൻ ഈ നോട്ട്സ് തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാ നോട്ട്സും കറക്റ്റായി പഠിക്കുക, വീണ്ടും വീണ്ടും കേൾക്കുക. ഇന്നത്തെ ഫസ്റ്റ് സെക്ഷൻ 51, പെനാൽറ്റി ഫോർ സബ്സ്റ്റാൻഡേർഡ് ഫുഡ്. സബ്സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് കുറവായിട്ടുള്ള ഫുഡിൻ്റെ പെനാൽറ്റി എന്ന് പറയുന്നത് ഷോൾ ബി ലയബിൾ ടു എ പെനാൽറ്റി വിച്ച് മേ ബി എക്സ്റ്റെൻഡ് ടു 5 lakh rupees. 5 ലക്ഷം രൂപ വരേക്കും വാങ്ങിക്കാവുന്ന ഒരു കാര്യമാണ് സബ്സ്റ്റാൻഡേർഡ് ഫുഡ് എന്നത്. 52, സെക്ഷൻ 52, പെനാൽറ്റി ഫോർ മിസ് ബ്രാൻഡഡ് ഫുഡ്. മിസ് ബ്രാൻഡഡ് ഫുഡ് ആണെങ്കിൽ പെനാൽറ്റി 3 ലക്ഷം രൂപ വരെ ആകാം. നെക്സ്റ്റ് വൺ, സെക്ഷൻ 53, പെനാൽറ്റി ഫോർ മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെൻറ്റ്. എ പെനാൽറ്റി വിച്ച് മേ ബി എക്സ്റ്റെൻഡ് ടു 10 lakh rupees. അഡ്വർടൈസ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. മിസ്ലീഡിംഗ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻ്റ് ആണെങ്കിൽ 10 ലക്ഷം രൂപ വരെ വാങ്ങിക്കാവുന്ന കാര്യമാണ്. സെക്ഷൻ 54, പെനാൽറ്റി ഫോർ ഫുഡ് കണ്ടെയ്നിങ് എക്സ്ട്രാനിയസ് മാറ്റർ. അതിന് 1 ലക്ഷം രൂപ വരെ പെനാൽറ്റി വാങ്ങാവുന്നതാണ്. അതായത് നാം പറയുമല്ലോ, ഫുഡിൽ മറ്റുള്ള ആവശ്യമില്ലാത്ത കളറൻസ്, അഡിറ്റീവ്സ്, മറ്റ് അനാവശ്യമായിട്ട് കാര്യങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ അതാണ് എക്സ്ട്രാനിയസ് മാറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്ഷൻ 56, പെനാൽറ്റി ഫോർ അൺഹൈജീനിക് ഓർ അൺസാനിറ്ററി പ്രോസസ്സിംഗ് ഓഫ് മാനുഫാക്ചറിംഗ് ഓഫ് ഫുഡ്. വേണ്ടത്ര ഹൈജീനിക് അല്ലാത്ത രീതിയിലുള്ള ഫുഡാണെങ്കിൽ ആ മാനുഫാക്ചറിങ് ടൈമിൽ അല്ലെങ്കിൽ പ്രോസസ്സിങ്ങിൻ്റെ ടൈമിൽ അൺഹൈജീനിക് ആയിട്ടാണ് ഉള്ളതെങ്കിൽ അതിന് 1 ലക്ഷം രൂപയാണ് പെനാൽറ്റി ഉള്ളത്. ദെൻ സെക്ഷൻ 57, പെനാൽറ്റി ഫോർ പ്രോസസ്സിംഗ് അഡൽറ്ററൻറ്റ്. അഡൽറ്ററൻറ്റുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന പെനാൽറ്റിയാണ് സെക്ഷൻ 57. വെർ അഡൽറ്ററൻറ്റ് ഈസ് നോട്ട് ഇൻജൂറിയസ് ടു ഹെൽത്ത്. ഹെൽത്തിന് ദോഷമൊന്നുമില്ലെങ്കിൽ 2 lakh rupees ആണ്. അതല്ല, ഇറ്റ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്, ദെൻ 10 lakh rupees. കൺസ്യൂമേഴ്സിന് എന്തെങ്കിലും ഇൻജൂറിയസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള അഡൽറ്ററൻ്റ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 10 lakh rupees വരെ വാങ്ങിക്കാവുന്നതാണ്. നെക്സ്റ്റ് വൺ, സെക്ഷൻ 59, പനിഷ്മെൻറ്റ് ഫോർ അൺസേഫ് ഫുഡ്. അൺസേഫ് ആയിട്ടുള്ള ഫുഡിനുള്ള പനിഷ്മെൻറ്റ്. അതിൽ ഫസ്റ്റ് വൺ, ഡസ് നോട്ട് റിസൾട്ട് ഇഞ്ചുറി. ഇഞ്ചുറി ഒന്നും തന്നെ ഉള്ളതല്ല എങ്കിൽ 6 മാസം തടവും 1 ലക്ഷം രൂപ ഫൈനുമാണ് പറയുന്നത്. ഇംപ്രിസൺമെൻറ്റ് അപ് ടു 6 months ആൻഡ് ഫൈൻ അപ് ടു 1 lakh rupees. നെക്സ്റ്റ് വൺ, നോൺ ഗ്രീവിയസ് ഇഞ്ചുറി. നോൺ ഗ്രീവിയസ് ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ അത്ര കാഠിന്യമില്ലാത്ത ഇഞ്ചുറി ആണെങ്കിൽ, ചെറിയ രീതിയിലുള്ള ഇഞ്ചുറി ആണെങ്കിൽ 1 വർഷം തടവും 3 ലക്ഷം രൂപ ഫൈനുമാണ്. ഇംപ്രിസൺമെൻറ്റ് 1 year ആൻഡ് ഫൈൻ 3 lakh rupees. അപ്പോൾ നെക്സ്റ്റ് വൺ, ഗ്രീവിയസ് ഇഞ്ചുറി, അതായത് വെരി സീവിയർ ഓർ സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി ആണെങ്കിൽ 6 വർഷം തടവും 5 ലക്ഷം രൂപ ഫൈനും. ഇംപ്രിസൺമെൻറ്റ് 6 years ആൻഡ് ഫൈൻ അപ് ടു 5 lakh rupees. ലാസ്റ്റ് കേസ് പറയുന്നത് ഡെത്താണ്. ഡെത്തിന് കാരണമായിട്ടുള്ളതാണെങ്കിൽ നോട്ട് ലെസ് ദാൻ 7 years, 7 വർഷത്തിൽ കുറയാത്ത തടവും അതുപോലെ തന്നെ 10 ലക്ഷത്തിൽ കുറയാത്ത ഫൈനും വാങ്ങിക്കണമെന്നാണ് പറയുന്നത്. നോട്ട് ലെസ് ദാൻ 7 years ഇംപ്രിസൺമെൻറ്റ് മേ എക്സ്റ്റെൻഡ് ഫോർ ലൈഫ്. ജീവപര്യന്തം വരെ ആവാം. ആൻഡ് ഫൈൻ നോട്ട് ലെസ് ദാൻ 10 lakh rupees. വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ്. അൺസേഫ് ഫുഡ്
അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പണിഷ്മെൻ്റ് ആണ് സെക്ഷൻ 59 പറയുന്നത്. അതിലെ ഡിഫറെൻറ്റ് കേസസും ഓർത്തിരിക്കുക. നെക്സ്റ്റ് വൺ സെക്ഷൻ 61 പണിഷ്മെൻറ്റ് ഫോർ ഫോൾസ് ഇൻഫോർമേഷൻ. ഫോൾസ് ഇൻഫോർമേഷൻ കൊടുക്കുന്നതിന് 3 മാസം തടവും 2 ലക്ഷം രൂപ ഫൈനുമാണ്. ഇംപ്രിസൺമെൻറ്റ് 3 months and fine 2 lakh rupees. Next one section 63 punishment for carrying out a business without license. ലൈസൻസ് ഇല്ലാതെ ഒരു ബിസിനസ് നടത്തുന്നതിനുള്ള പനിഷ്മെൻറ്റ് 6 മാസം തടവും 5 ലക്ഷം രൂപ ഫൈനുമാണ്. ഇംപ്രിസൺമെൻറ്റ് 6 months and 5 lakh rupees fine. Next case section 64 punishment for subsequent offences. That means if any person after having been previously convicted of an offence punishable under this act subsequently commits and is convicted of the same offence. അതായത് ഒരു തവണ പിടിച്ചതിന് ശേഷം വീണ്ടും ആ തെറ്റ് ആവർത്തിക്കുകയാണെങ്കിൽ, ഇടയ്ക്കിടെ ആവർത്തിക്കുകയാണെങ്കിൽ, സബ്സീക്വൻറ്റ് ഒഫൻസ് കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. അതിനുള്ള പനിഷ്മെൻ്റ് ആണ് സെക്ഷൻ 64 പറയുന്നത്. ഫൈൻ ഓൺ ഡെയിലി ബേസിസ് വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 1 lakh rupees വേർ ദ ഒഫൻസ് ഈസ് കണ്ടിന്യൂയിങ് വൺ. ഒഫൻസ് തുടരുകയാണെങ്കിൽ 1 lakh rupees വെച്ച് ഡെയിലി ബേസിസിൽ വാങ്ങിക്കാവുന്നതാണ്. ആൻഡ് ഹിസ് ലൈസൻസ് ഷാൾ ബി ക്യാൻസൽഡ്. അവരുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യുകയും ചെയ്യാം. ഇത് സെക്ഷൻ 64 ആണ്. നെക്സ്റ്റ് സെക്ഷൻ 65 കോമ്പൻസേഷൻ ഇൻ കേസ് ഓഫ് ഇഞ്ചുറി ഓർ ഡെത്ത് ഓഫ് കൺസ്യൂമർ. കോമ്പൻസേഷൻ കൊടുക്കുക ഇൻ കേസ് ഓഫ് ഇഞ്ചുറി അല്ലെങ്കിൽ ഡെത്ത്, കൺസ്യൂമറിന് കോമ്പൻസേഷൻ കൊടുക്കുക എന്നത് സെക്ഷൻ 65 ആണ്. നോട്ട് ലെസ് ദാൻ 5 lakh rupees ഇൻ കേസ് ഓഫ് ഡെത്ത്. മരണത്തിനു കാരണമായെങ്കിൽ 5 ലക്ഷത്തിൽ കുറയാത്ത രീതിയിലുള്ള കോമ്പൻസേഷൻ കൊടുക്കണം. നോട്ട് എക്സീഡിങ് 3 lakh rupees ഇൻ കേസ് ഓഫ് ഗ്രീവിയസ് ഇഞ്ചുറി. ഗ്രീവിയസ് ആയിട്ടുള്ള ഇഞ്ചുറി ആണെങ്കിൽ 3 lakh rupees ആണ്. നോട്ട് എക്സീഡിങ് 1 lakh rupees ഇൻ ഓൾ അതർ കേസ് ഓഫ് ഇഞ്ചുറി. ബാക്കി എല്ലാ, അതായത് നോൺ ഗ്രീവിയസ് ആയിട്ടുള്ള ഇഞ്ചുറി ഒക്കെ ആണെങ്കിലും 1 lakh rupees കൊടുക്കണം. അപ്പോൾ 3 കേസാണ് പറയുന്നത്. ഗ്രീവിയസ് ഇഞ്ചുറി ആണെങ്കിൽ 3 lakh rupees, നോൺ ഗ്രീവിയസ് ആണെങ്കിൽ 1 lakh rupees, ദെൻ ഡെത്തിനു കാരണമായെങ്കിൽ 5 lakh rupees. ഇത് കോമ്പൻസേഷൻ ആണ്, ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ് വൺ സെക്ഷൻ 68 അഡ്ജൂഡിക്കേഷൻ. അഡ്ജൂഡിക്കേഷൻ എന്ന് പറഞ്ഞ മീനിങ് വിധി എന്നാണ്. കോടതിയിൽ നിന്ന് വരുന്ന വിധി, അതായത് കോർട്ട് ഓർഡർ, അതായിരിക്കും ഫൈനൽ ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്നത്. എൻ ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഓഫ് ദ ഡിസ്ട്രിക്ട് വെർ ദ alleged offence is committed shall be notified by the state government as the adjudicating officer for adjudication in the manner as may be prescribed by the central government. ഞാൻ പറഞ്ഞിരുന്നു മുന്നത്തെ വീഡിയോയിൽ, ചെറിയ രീതിയിലുള്ള എല്ലാ കുറ്റകൃത്യങ്ങൾക്കും മിസ്ബ്രാൻഡഡ്, സബ്സ്റ്റാൻഡേർഡ്, അതേപോലെ ലേബലിംഗ് പ്രോബ്ലം, മാനുഫാക്ചറിങ് ഡേറ്റ്, എക്സ്പയറി ഡേറ്റ്, ഇത്തരം കാര്യങ്ങളിലെല്ലാം ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്നത് അഡ്ജൂഡിക്കേറ്റിംഗ് ഓഫീസറുടേതാണ്. അൺസേഫിൽ തീരുമാനമെടുക്കുന്നത് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ആണ്. അത് മുന്നേ ഞാൻ പറഞ്ഞിരുന്നു. നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് സെക്ഷൻ 76 ആണ് അപ്പീൽ. അപ്പീൽ ക്യാൻ ബി ഫൈൽഡ് അഗൈൻസ്റ്റ് the order of special court to High Court within 45 days from the date on which order was served. 45 ദിവസത്തിനുള്ളിൽ തന്നെ അപ്പീൽ കൊടുക്കണം. ഹൈക്കോർട്ടിൽ അപ്പീൽ നൽകാവുന്നതാണ്. ഇത്രയാണ് വളരെ പ്രധാനപ്പെട്ട സെക്ഷനുകൾ. ഇത് തീർച്ചയായും നിങ്ങൾ പഠിച്ചിരിക്കുക. മുൻപത്തെ വീഡിയോയിലും ഞാൻ കുറച്ച് സെക്ഷൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പെനാൽറ്റിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് വൺ, അക്കോർഡിംഗ് ടു FSSA, the penalty for selling food not of the nature or substance or quality demanded shall not exceed dash. Options: 2 lakh rupees, 3 lakh rupees, 5 lakh rupees, 10 lakh rupees. Correct answer option C, 5 lakh rupees. സെക്ഷൻ 51മായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതായത് സബ്സ്റ്റാൻഡേർഡ് ഫുഡിന് കൊടുക്കുന്ന പെനാലിറ്റിയാണ് 5 lakh rupees. According to FSSA, penalty for misbranded food may extend to options: 2 lakh rupees,
3 lakh rupees, 5 lakh rupees, 10 lakh rupees. Correct answer option B, 3 lakh rupees. സെക്ഷൻ മുൻപ് പറഞ്ഞിരുന്നതാണ്, അതായത് സെക്ഷൻ 52 ആണ് വരുന്നത്. പെനാൽറ്റി ഫോർ മിസ്ബ്രാൻഡഡ് ഫുഡ് 3 lakh rupees എന്നത് സെക്ഷൻ 52. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു FSSA, penalty for misleading advertisement may be extended to options 2 lakh rupees, 3 lakh rupees, 5 lakh rupees, 10 lakh rupees. Correct answer option D, 10 lakh rupees. അത് സെക്ഷൻ 53 ആണ്, ഓർത്തു വയ്ക്കുക. According to FSSA, penalty for food containing extraneous matter may be extended to options 1 lakh rupees, 2 lakh rupees, 3 lakh rupees, 5 lakh rupees. Correct answer option A, 1 lakh rupees. ഫുഡിലെ എക്സ്ട്രാനിയസ് മാറ്റർ എന്ന് പറഞ്ഞാൽ മറ്റ് കളറൻസ് അല്ലെങ്കിൽ അഡിറ്റീവ്സ് പോലെയുള്ള പല കാര്യങ്ങളും കൂടുതൽ ടേസ്റ്റിനും അപ്പിയറൻസിനും വേണ്ടി നാം ആഡ് ചെയ്യുന്നുണ്ട്. അത്തരം കേസിൽ വരുന്ന പെനാലിറ്റിയാണ് 1 lakh rupees ഫൈൻ അടക്കുക എന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു FSSA, penalty for unhygienic or unsanitary processing or manufacturing of food may extend to options 1 lakh rupees, 2 lakh rupees, 3 lakh rupees, 5 lakh rupees. Correct answer option A, 1 lakh rupees. അത് സെക്ഷൻ 56 ആണ് വരുന്നത്. പെനാൽറ്റി ഫോർ അൺഹൈജീനിക് ഓർ അൺസാനിറ്ററി പ്രോസസ്സിംഗ് ഓഫ് മാനുഫാക്ചറിംഗ് ഓഫ് ഫുഡ്. അക്കോർഡിംഗ് ടു FSSA, penalty for possessing adulterant for a person who, whether by himself or by any other person on his behalf, imports or manufactures for sale or stores, sells or distribute any adulterant shall be liable, where such adulterant is not injurious to health, to a penalty not exceeding options 1 lakh rupees, 2 lakh rupees, 3 lakh rupees, 5 lakh rupees. Correct answer option B, 2 lakh rupees. സെക്ഷൻ 57 ആണ് പെനാൽറ്റി ഫോർ പൊസസിങ് അഡൾട്ടറൻറ്റ്. ഇവിടെ പറയുന്നത് നോട്ട് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്നാണ്, അതുകൊണ്ട് 2 lakh rupees ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. According to FSSA, penalty for possessing adulterant for a person who, whether by himself or by any other person on his behalf, imports or manufactures for sale or stores, sells or distribute any adulterant shall be liable, where such adulterant is injurious to health, to a penalty not exceeding options 2 lakh rupees, 3 lakh rupees, 5 lakh rupees, 10 lakh rupees. Correct answer option D, 10 lakh rupees. അതും സെക്ഷൻ 57 ആണ്, പെനാൽറ്റി ഫോർ പൊസസിങ് അഡൾട്ടറൻറ്റ്. അതിൻ്റെ കേസിൽ ഇൻജൂറിയസ് ടു ഹെൽത്ത് ആണ് പറയുന്നത്, അതുകൊണ്ട് ഇവിടെ 10 lakh rupees ആണ് ആൻസർ. നെക്സ്റ്റ് വൺ. അക്കോർഡിംഗ് ടു FSSA, എനി പേഴ്സൺ ഹൂ, വെദർ ബൈ ഹിംസെൽഫ് or by any other person on his behalf, manufactures for sale or stores or sells or distributes or imports any article of food for human consumption which is unsafe shall be punishable, where such failure or contravention does not result in injury, with the following imprisonment and fine. Options 3 months and 1 lakh rupees, 6 months and 2 lakh rupees, 6 months and 1 lakh rupees, 1 year and 2 lakh rupees. Correct answer option C, 6 months and 1 lakh rupees. ഇത് സെക്ഷൻ 59 ആണ്. പനിഷ്മെൻറ്റ് ഫോർ അൺസേഫ് ഫുഡ് ഡസ് നോട്ട് റിസൾട്ട് ഇൻജുറി ആണെങ്കിലാണ് 6 മാസം തടവും 1 ലക്ഷം രൂപ ഫൈനും. അക്കോർഡിംഗ് ടു FSSA, any person
who, whether by himself or by any other person on his behalf, manufactures for sale or stores or sells or distributes or imports any article of food for human consumption which is unsafe shall be punishable, where such failure or contravention results in a grievous injury with the following imprisonment and fine. Options: 1 year and 3 lakh rupees, 2 years and 5 lakh rupees, 6 years and 5 lakh rupees, 7 years and 5 lakh rupees. Correct answer option C, 6 years and 5 lakh rupees in the case of grievous injury. Section 59. Last question. Punishment for false information shall be imprisonment up to dash and fine up to options 3 months and 1 lakh rupees, 3 months and 2 lakh rupees, 6 months and 1 lakh rupees, 1 year and 2 lakh rupees. Correct answer option B, 3 months and 2 lakh rupees according to section 61, punishment for false information. Okay guys, next നിങ്ങൾക്കുള്ള question ആണ്. According to FSSA, compensation in case of injury of death of consumer and interrelief shall be paid to the next of the kin within dash days of the incident. Options: 3 days, 7 days, 15 days, 30 days. Correct answer ഇപ്പോൾ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.